പെണ്ണുങ്ങൾ മനസ്സിലാക്കണേ, ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് ഏറ്റവും ബന്ധപ്പെട്ടിരിക്കുന്നത് സ്വന്തം ഉമ്മയോടും ഉപ്പയോടും. അത് കഴിഞ്ഞ ഭാര്യയാണ്. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവളുടെ വിവാഹം നടന്നു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്ന ഒരു ഭർത്താവ് അള്ളാഹു പൊരുത്തമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാലൊഴികെ അവൾ അനുസരിക്കേണ്ട ആദ്യത്തെ അനുസരണ സ്വന്തം ഭർത്താവിനോടാണ്. ഭർത്താവ് അനുസരിക്കേണ്ട, നീ തലമറക്കൊന്നും വേണ്ട, അങ്ങനെ അടിച്ചു പൊളിച്ച് നടന്നോ, അതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. അള്ളാഹുവിന്റെ നിയമത്തിന് വിരുദ്ധമായത് പറഞ്ഞാൽ അത് കേൾക്കണ്ട. പക്ഷേ അല്ലാത്തതെല്ലാം ആദ്യം അനുസരിക്കേണ്ടത് ആദ്യത്തെ ഒരു ഭാര്യയുടെ കടപ്പാട് ഭർത്താവിനോടാണ്. അതാണ് ശരീഅത്ത് പറയാം. ഫെമിനിസ്റ്റുകൾ ഒച്ചപ്പാടുണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. ഉത്തരവാദിത്വങ്ങളും ചുമലിൽ കൊടുത്തിട്ട് അള്ളാഹു പറഞ്ഞത് വലിയ ഉത്തരവാദിത്തമാണ്, വലിയ ഉത്തരവാദിത്തമാണ്. സംരക്ഷണം പുരുഷന്റെ തോളിലാണ് കിടക്കുന്നത്. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനാരാ? അപ്പൊ എനിക്ക് എന്റെ ഭർത്താവ് എന്നല്ലേ ആദ്യം നോക്കണ്ടേ, പിന്നല്ലേ മുപ്പരുടെ ഉമ്മയെ നോക്കാവൂ? അല്ല, ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഉമ്മുക നിന്റെ ഉമ്മയാണ്, ഉമ്മ അബൂക്ക് പിന്നെ നിന്റെ ഉപ്പയാണ്. അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഇപ്പുറത്തേക്ക് ബാധ്യത. ഒരു പെണ്ണിനാണെങ്കിലോ ആദ്യത്തെ കടപ്പാട് ഭർത്താവിനോട്, ഓടെ സ്വന്തം ഉപ്പാനോടും ഉമ്മാനോടും പോലും അല്ല. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭർത്താവ്, അത് കഴിഞ്ഞിട്ട് അവരുടെ ഉമ്മയും അപ്പയും വരുന്നുള്ളൂ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തെറ്റിദ്ധരിക്കണ്ട. ഭർത്താവ് ഉമ്മയെ സ്നേഹിക്കുമ്പോ എന്നോട് സ്നേഹം കുറയുമോ? പെണ്ണിന് സംശയം. പിന്നാരെ പെണ്ണുങ്ങളെ, ഉമ്മയെ സ്നേഹിക്കുന്ന സ്നേഹമല്ല ഒരു ഭാര്യയെ സ്നേഹിക്കുന്ന സ്നേഹം. ഒരു കുട്ടിയെ സ്നേഹിക്കുന്ന സ്നേഹമല്ല ഒരു ഭാര്യയോട് കാണിക്കുന്ന സ്നേഹം. ഇതൊക്കെ വേറെ വേറെയാ. ഈ വേറെ വേറെ സാധനങ്ങൾ എങ്ങനെ ഒരാൾ കൊണ്ടുപോയാൽ മറ്റേ കിട്ടാണ്ടിരിക്കുക? രണ്ടു വേറെയല്ലേ? ഭാര്യയ്ക്ക് കിട്ടേണ്ട സ്നേഹം അത് ഭർത്താവിന് കിട്ടുന്നത്, ഭാര്യയോട് കാണിക്കുന്ന സ്നേഹം അത് വേറെയാണ്. മാതാപിതാക്കളോട് കാണിക്കുന്ന സ്നേഹം വേറെയാ. കുട്ടികളോടുള്ളത്, കൂട്ടുകാരോട് ഒക്കെ വേറെയാണ്. ഒരാൾ കൊടുത്താൽ കിട്ടാണ്ടിരിക്കൂല, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ആ ഒരു തെറ്റിദ്ധാരണയുടെ പേരില പല കുടുംബ പ്രശ്നങ്ങളും അമ്മായിമ്മ പോരും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത്. നമ്മൾ ആ വിഷയത്തിലേക്കൊന്നും കടക്കുന്നില്ല, സമയം വൈകിയത് കൊണ്ട്.